അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. ഇവിടെ വരാൻ കാരണം നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ സത്യവിശ്വാസികൾക്ക് ഏറെ പ്രിയങ്കരനായ സഞ്ജീവ് എന്ന ബിലാലിനെ കാണാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് ബിലാൽ ഭായി, സുഖല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നിങ്ങളെ വന്ന് കാണണമെന്നും വിശേഷങ്ങൾ അറിയണം എന്നൊക്കെ. മാഷാ അല്ലാഹ്. എത്ര ഒരു മനുഷ്യൻ എത്ര താഴ്ന്ന ലെവലിൽ ഒരു രക്ഷിതാക്കളോട് പെരുമാറാൻ കഴിയുന്നു അത്ര ലെവലിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. ഒരു രക്ഷിതാവിനെ കൊണ്ടുള്ള കടമകൾ കൊടുക്കാതെ അവരടിക്കുക പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയില്ല രക്ഷിതാക്കളുടെ കടമകൾ എന്താ, നമുക്കറിയൂല. ഇസ്ലാമിനെ വളരെ തെറ്റിദ്ധരിച്ച് വിമർശിച്ച് ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇസ്ലാമിനെ പഠിക്കുന്നത്, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വിശുദ്ധ ഗ്രന്ഥം, അവസാന വേദഗ്രന്ഥം ഞാൻ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഖുർആൻ ഞാൻ ഇതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പഠിക്കുന്നത്. ഞാൻ ശ്രീകൃഷ്ണ ജയന്തിയും വിനായക ചതുർത്ഥിയും മറ്റുള്ള ആഘോഷങ്ങളൊക്കെ ഞാൻ പങ്കെടുക്കുമ്പോഴെല്ലാം നമ്മുടെ മുസ്ലിം നാമധാരികൾ ആൾക്കാർ നബിദിനം എന്നതിൻ്റെ പേരിൽ പല ആഘോഷങ്ങളും പല കൊടിയും റാലികളൊക്കെ അവർ നടത്തിയിരുന്നു അല്ലേ. ഞാൻ പൂരത്തിന് പോകുമ്പോൾ അവർ പള്ളി നേർച്ചകൾക്ക് അവർ പോയിരുന്നു. അപ്പോൾ എനിക്ക് എന്താണ് ഇസ്ലാം കമ്പയർമെൻറ്റ് എനിക്ക് അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. അതായത് ഇതിൽ ഇസ്ലാം സ്വീകരിച്ചത് ഞങ്ങൾക്കിപ്പോൾ സന്തോഷമുള്ളൂ. ആദ്യമൊക്കെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പം നല്ല സന്തോഷമായിരുന്നു. സന്തോഷം തന്നെയാണ്. ആ കുട്ടി പള്ളിയിലേക്ക് പോകണമെന്ന് പരിസരവാസികളൊക്കെ പറയുമ്പോൾ ഒരുപാട് ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്, അതിനെ അടിച്ചിട്ടുണ്ട്. ഓ, എന്താണ് ബിലാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? മുത്തിയമ്മേനോട് സ്നേഹമുണ്ടോ അതോ സ്നേഹക്കുറവുണ്ടോ? സ്നേഹം അവൻ കുറവില്ല, സ്നേഹമുണ്ട്. നമ്മൾ അടിച്ചാലും അവൻ തിരിഞ്ഞു നോക്കാണ്ട് പോകും. ഓ, അങ്ങനെ. മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് ദേഷ്യപ്പെടുമായിരുന്നോ? മുമ്പൊക്കെ ഇത്തിരി ദേഷ്യപ്പെട്ടു, ഇപ്പൊ അതൊന്നും ഇല്ല.